Hello everyone. We were discussing the linear programming problems and ways to solve it. Okay. പല ടെക്നിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് സിംപ്ലക്സ് മെത്തേഡ്, ഫസ്റ്റ് ഗ്രാഫിക്കൽ, ദെൻ സിംപ്ലക്സ് മെത്തേഡിൽ ബിഗ് എം മെത്തേഡ്. Okay. You can see a question in the slide. Okay. That is minimization of z is equal to 3x1 plus 4x2 subject to 2x1 plus 3x2 greater than or equal to 8, 5x1 plus 2x2 greater than or equal to 12, x1 x2 greater than or equal to 0. Non-negativity constraints. So minimization ആണ്, subject to greater than or equal to ആണ് constraints, okay, and non-negativity ഉണ്ട്. Okay. So normal situation, what is the procedure? എന്താണ് ചെയ്യേണ്ടത്? ആദ്യം minimization ആണ്. Minimization we cannot do directly. നമ്മൾ അതിനെ മാക്സിമൈസേഷനിലാക്കിയിട്ട് മാറ്റും. That is by multiplying with a negative sign. Z dash is negative of 3x1 minus 4x2. Z നെ minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Then next one എന്താണ്? Inequalities. Greater than or equal to നെ equal to ആക്കണം അല്ലേ? So first constraint എടുത്താൽ 2x1 plus 3x2 minus s1 plus a1. s1 is a surplus variable ആണ്. Surplus variable subtract ചെയ്യുക and add artificial variable. And second constraint എടുത്താൽ 5x1 plus 2x2 greater than or equal to 12 ആണ്. That will become 5x1 plus 2x2 minus s2 plus a1 equal to 12. Okay, this is the step that we have followed in big M method. Okay, big M method usually comes when there is a greater than or equal to symbol. Okay, അല്ലെങ്കിൽ greater than or equal to inequality ഉണ്ടാകുമ്പോൾ. Less than or equal to ആണെങ്കിൽ നമുക്ക് artificial variable കാര്യമൊന്നുമില്ല. We can just add a slack variable. Okay, so ഇവിടെ surplus variable subtract ചെയ്തു, artificial variable add ചെയ്തു. So what is the next step? നമുക്ക് ഈ surplus variable artificial variable ഒക്കെ objective functionലേക്ക് എഴുതണം അല്ലേ? So objective functionലേക്ക് എഴുതുമ്പോൾ minus 3x1 minus 4x2 ഇതാണല്ലോ പുതിയ objective function. അതിനെ താഴത്തേക്ക് എഴുതി plus 0s1 plus 0s2. Okay, ഇത് s2 ആണ്. 0s1 plus 0s2 minus m into a1 minus m into a2. That is big M method. That is m നെ objective function ലേക്ക് introduce ചെയ്തു. M is a very big value. വളരെ വലിയൊരു വാല്യൂ ആണ്. Tending to അല്ലെങ്കിൽ tends to infinity. വളരെ വലിയൊരു വാല്യൂ ആണ്. So this will be our maximization problem. So ഇങ്ങനെയാണ് നമ്മൾ big M മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. Okay, so usually M introduce ചെയ്യുമ്പോൾ it increases our computation. Operation, mathematical operations ഒക്കെ difficult ആവും, and it is bit time consuming and computation intensive ആവും. So അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we introduce another method which is called two-phase method. Okay, two-phase method introduce ചെയ്യും. So two-phase methodന്റെ ഉദ്ദേശം തന്നെ ഈ m എന്നുള്ള ക്വാണ്ടിറ്റിനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ള ഐഡിയ ആണ്. m ബേസിക്കലി നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ m നമ്മൾ എക്സാക്ട്ലി ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, m എന്താണ് പറയുന്നത്? m ടെൻസ് ടു ഇൻഫിനിറ്റി എന്നേ പറയുന്നുള്ളൂ. m ടെൻസ് ടു ഇൻഫിനിറ്റി. സോ അത് കമ്പ്യൂട്ടറിലൊക്കെ ഡിഫൈൻ ചെയ്യാൻ ഇനീഷ്യൽ ടൈംസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ഇത് കമ്പ്യൂട്ടറിൽ അൽഗോരിതമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പോഴത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇറ്റ്സ് നോട്ട് ഷുവർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. സോ അങ്ങനെ എമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ എം ഇല്ലാതെ, എം ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ടു ഫേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ 3 കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലം ചെയ്തപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാൽക്കുലേഷനിലൊക്കെ 2 ടേം ഒക്കെ വരും, 7m - 2 അങ്ങനെയൊക്കെ വരും. So that will be difficult. So അത് ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കാണ് which is called two-phase method. It is called two-phase method. Okay, so two-phase method ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, so two-phase method.
സോ ടു ഫേസ് മെത്തേഡിൽ ഫസ്റ്റ് ഫേസ്, രണ്ട് ഫേസ് ആസ് ദ നെയിം സജസ്റ്റ്, പേര് പറയുന്ന പോലെ രണ്ട് ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആൻഡ് അതിന് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന സെറ്റ് ഇസ് ഈക്വൽ ടു -3x1 എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിക്കില്ല. ഓക്കെ, -3x1 -4x2 + 0s1 അങ്ങനെ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിക്കില്ല. പകരം നമ്മൾ വേറൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക. സോ ആ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾ മാത്രം ഫോക്കസ് ചെയ്യും. എന്നിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. സോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ഫേസ് തുടങ്ങും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബിഗ് എമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ലിറ്റിൽ മോർ സിംപ്ലർ ആയിരിക്കും, എം ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട്. ഓക്കെ, സോ ലെറ്റ് സി ഹൗ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒറിജിനൽ സിംപ്ലക്സ് ടേബിൾ. നമ്മൾ പഴയ സിംപ്ലക്സ് ടേബിൾ ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള എല്ലാ വാരിയബിൾസും x1 x2 s1 s2 a1 a2 ഒക്കെ എഴുതിയിട്ടുണ്ട്. സെയിം ആണ്, നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് അതേപോലെ എഴുതി. ഓക്കെ, ഇനി സൈഡിൽ എന്താണ് വരിക? സൈഡിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആണല്ലേ, രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിന് കണക്കായിട്ടുള്ള ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇവിടെ എഴുതി. ഓക്കെ, ഇനിയാണ് ഇവിടെ ഡിഫറൻസ് വരാൻ പോകുന്നത്. നോർമലി വാട്ട് വി റൈറ്റ് ഇസ് -3 -4 അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോവുക നോർമൽ ബിഗ് എം മെത്തേഡ് ആകുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല ഉപയോഗിക്കുക. വി വിൽ ഫോക്കസ് ഓൺ A1 and A2. A1 A2 മാത്രം ഫോക്കസ് ചെയ്യും. ആൻഡ് വാട്ട് വി ഡു ഇസ് വി ഗിവ് 0 to everything. We will give 0 to x1 x2 s1 s2 and A1 A2 മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. ആൻഡ് വി വിൽ ഗിവ് -1 ഇതിന് രണ്ടിനും കൊടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ -1 കൊടുക്കുമ്പോൾ ഇവിടെയും -1. ഓക്കെ, സോ ഇതാണ് ഇതിലത്തെ ഡിഫറൻസ്. ഓക്കെ, ഇതേ ഇതിലത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി എന്താണ്? ഇനി നമ്മൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ഫിൽ ചെയ്യുക, രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ഫിൽ ചെയ്യുക. ഓക്കെ, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതായത് നമ്മുടെ കൺസ്ട്രെയിൻ നമ്പർ 1 അതിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ 2 3 -1 0, s2 ഇല്ല അതുകൊണ്ട് 0, a1 ഉണ്ട് അതുകൊണ്ട് 1 and 0, RHS 8. ഓക്കെ, അതേപോലെ സെക്കൻഡ് കൺസ്ട്രെയിൻസും എഴുതിയതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലത്തെ വ്യത്യാസം, ബിഗ് എമ്മുമായിട്ട് ഉള്ള വ്യത്യാസം. നമ്മൾ ആകെ ഫോക്കസ് ചെയ്യുന്നത് A1 and A2. നമ്മളുടെ ഉദ്ദേശം തന്നെ ഈ A1 A2 ഉള്ളത് കൊണ്ടാണ് ബിഗ് എമ്മിൽ നമ്മൾ എം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് നടക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയൊക്കെ 0 കൊടുക്കുന്നു. A1 A2 നമ്മുടെ ആദ്യത്തെ ബേസിക് സൊല്യൂഷനിൽ A1 A2 അതിന് കോഎഫിഷ്യന്റ് ആയിട്ട് -1 കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഇത് ചെയ്താൽ ബാക്കിയുള്ളത് നമ്മൾ ഓൾറെഡി അറിയുന്ന അതേ മെത്തേഡിൽ തന്നെയാണ്, വിച്ച് ഇസ് സെറ്റ്. അടുത്ത സെറ്റ് കണ്ടുപിടിക്കുക അല്ലെ. സെറ്റ് എങ്ങനെയാണ്? സെറ്റ് കണ്ടുപിടിച്ചാൽ വിച്ച് ഇസ് -1 into 2 അല്ലെ, -2 ആണ്, പ്ലസ് -1 into 5 ദാറ്റ് വിൽ ബി -7. ഓക്കെ, -7 ആണ്. ദെൻ -1 into 3 that is -3 and -1 into 2 that is -2 that is -5. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് -1 കിട്ടും. -1 into 0 0, -1 into -1 1, so that will be 1. Then -1 into 1 that is -1, -1 into 0 -1 into -1 that will be +1. okay. ഓക്കെ, ഇവിടെ പ്ലസ്, ഇവിടെ -1 ആണ്, -1 അല്ല +1 ആണ്. ഇഫ് യു സീ ദിസ്. ഓക്കെ, A1 and A2 A2 ആണല്ലേ. A2 കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, A2 കോഎഫിഷ്യന്റ് 1 ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ -1 അല്ല 1 തന്നെയാണ്. ഓക്കെ, സോ നമുക്കിത് -1 കിട്ടും. സോ -1 into 1 that will be -1. okay, അതെന്തുകൊണ്ടാണ് എനിക്ക് തെറ്റാന്ന് മനസ്സിലായെന്ന് വെച്ചാൽ
നിങ്ങൾ CJ മൈനസ് എഡ്ജ് അടുത്ത CJ മൈനസ് എഡ്ജ് എഴുതുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ അത് അന്നേരം പറയാം. സോ നെക്സ്റ്റ് സെറ്റ് ജെ കണ്ടുപിടിക്കണം. ഓക്കെ, ബിഗ് എമ്മിൽ നമ്മളിവിടെ സെറ്റ് ജെ കണ്ടുപിടിച്ചില്ല, കാരണം എം ഉള്ളത് കൊണ്ട് അത് മീനിങ് ലെസ് ആണെന്നുള്ള ഐഡിയയിലാണ്. പക്ഷെ ഇവിടെ എം ഇല്ല, സോ സെറ്റ് ജെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് -8 into -12, that will be -20. -20 ആയിരിക്കും സെറ്റ് ജെ. വി ഫൗണ്ട് ഔട്ട് സെറ്റ് ജെ. നെക്സ്റ്റ് സ്റ്റെപ്പ് we have to find out this CJ minus ZJ. CJ minus ZJ കണ്ടുപിടിച്ചാൽ we'll get CJ minus ZJ. CJ എല്ലാം 0 ആണല്ലേ, CJ up to S2 വരെ 0 ആണ്. This is CJ. So 0 minus 7, 7, 0 minus 5, 0 minus -5, that will be 5. Then 0 minus 1, that is -1. This will be -1 and this will be 0 and this will be 0. ഓക്കെ, ഇവിടെ 0 വരണം എന്നുള്ളൊരു ഐഡിയയിലാണ് എനിക്കിത് തെറ്റാണെന്ന് മനസ്സിലായത്. ഇവിടെ 0 വരണമെങ്കിൽ ഇവിടുത്തെ സെറ്റ് ജെയും CJ ഒന്നായിരിക്കണ്ടേ. ഓക്കെ, സോ എന്നാലേ കുറച്ചാൽ 0 കിട്ടുമല്ലോ. സോ അത് അല്ല എന്ന് പെട്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ തെറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ CJ മൈനസ് ZJ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? മാക്സിമം CJ മൈനസ് ZJ അല്ലേ. മാക്സിമം CJ മൈനസ് ZJ ഏതാണ്? 7 ആണല്ലേ, 7 ആണ്. സോ വിൽ ഗെറ്റ് ദി pivot column as this one and entering variable as x1. Okay, now exiting variable കണ്ടുപിടിക്കാൻ RHS divided by x1. So RHS divided by x1, 8 divided by x1, 2 ആണല്ലേ. So that will be 4. And next one 12 divided by 5. Okay, 12 divided by 5, that will be somewhere around 2.4. Okay, so ഇതിൽ മിനിമം എത്രയാണ്? മിനിമം is 2.4. so this will be the exiting variable and that will give you this row as the pivot row. ഇതായിരിക്കും pivot row and this will be our pivot element. Clear ആണല്ലോ? Okay, so we got the exiting variable as a2. a2 ആണ് നമ്മുടെ exiting variable. പകരം വരുന്നത് x1 ആണ്. So we will just write that here. a1 അങ്ങനെ തന്നെ ഉണ്ടാവും. പകരം a2 ന് പകരം വരുന്നതാണ് x1. ഓക്കെ, സോ a1-ൻ്റെത് -1 തന്നെയാണ്. x1-ന്റെ എന്താണ്? x1-ന്റെ 0 ആണ്. ഓക്കെ, സോ വിൽ റൈറ്റ് 0. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇനി പിവട്ട് എലമെന്റിനെ 1 ആക്കണം. ആൻഡ് അതിന്റെ കോളത്തിലുള്ള ബാക്കിയുള്ള എലമെന്റ്സിനെ 0 ആക്കണം. ദാറ്റ് ഈസ് 5 ഷുഡ് ബി 1 ആൻഡ് 2 ഷുഡ് ബി 0. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. സോ ഞാൻ ഈ ടേബിളിന്റെ അകത്തുള്ള എല്ലാം ഇവിടെ മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ, RHS അടക്കമാണ് എഴുതിയത്. 2 3 -1 0 1 0 8. 2 3 -1 0 1 0 8. ഓക്കെ, സോ അതേപോലെ താഴത്തെ റോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ ഫസ്റ്റ് സ്റ്റെപ്പ് പിവട്ട് എലമെന്റ്. ഏതാണ് പിവട്ട് എലമെന്റ്? 5 ആണ് പിവട്ട് എലമെന്റ്. 5-നെ 1 ആക്കുക. 5-നെ 1 ആക്കണം. 5-നെ 1 ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വിൽ ഡിവൈഡഡ് ബൈ 5. നമ്മൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ എലമെന്റിനെ 5 ഡിവൈഡ് ബൈ 5 1, 2 by 5, 0 by 5 0, -1 by 5 -1 by 5 0 0 തന്നെയാണ്. 1 by 5 ആവും 12, 12 by 5 ആവും. ക്ലിയർ? നൗ അടുത്ത സ്റ്റെപ്പ് നമുക്ക് 2-നെ 1 ആക്കണം അല്ലെ. സോറി, 2-നെ 0 ആക്കണം. 2 ഷുഡ് ബി 0. 2 0 ആയിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലെറ്റ്സ് കോൾ ഇറ്റ് as R1 and R2. ഓക്കെ, R1 ആയിക്കോട്ടെ, R2 ആയിക്കോട്ടെ. 2-നെ 0 ആക്കണമെങ്കിൽ 2 മൈനസ്, അത് മാത്രം ശ്രദ്ധിക്കുക, 2ഉം അതിന്റെ താഴെയുള്ള 1ഉം മാത്രം ശ്രദ്ധിക്കുക. സോ R1 that is 2 minus 2 into R2. ഓക്കെ, 2 minus 2 into R2. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2-ൽ നിന്ന് കുറച്ചാൽ മതി അല്ലേ. സോ ദാറ്റ് വിൽ ഗിവ് യു 0. സോ ഒന്ന് എടുത്തെഴുതിയാൽ 2 minus 2 into 1, that will be 0. Now 3 minus 2 into 2 by 5. 3 minus 2 into
2 into 2 by 5, that is 4 by 5, that is 15 minus 4, that is 11 by 5 കിട്ടും. Okay, now അടുത്തത് minus 1 into 2 into 0 ആണ്, so that will be minus 1. Next 0 minus 2 into minus 1 by 5, that will be so that will be 2 by 5 അല്ലേ, 2 by 5 ആയിരിക്കും. 0, next one 1 minus 0 ആണ്, so that will be 1. Next one 0 minus 2 into 2 by 1 by 5, so that will be minus 2 by 5 ആയിരിക്കും. Next one 8 minus, so that will be 8 minus 2 into 12 by 5, 12 by 5, that is 24 by 5, that is 5 8 40, 40 minus 24 16. Okay, 16 by 5 ആയിരിക്കും ഇവിടെ. So താഴത്തത് അതേപോലെ എടുത്തെഴുതാം. 0 2 by 5 minus 0 minus 1 by 5, 0 1 by 5, 12 by 5. Okay, so ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. Okay, so ഇത് നമുക്ക് കിട്ടി. That is pivot element 0 ആയി and അതിന്റെ കോളത്തിലുള്ള pivot element 1 ആയി, pivot element 1 ആയി, അതിന്റെ കോളത്തിലുള്ള ബാക്കിയുള്ള എലമെന്റ്, ബാക്കി ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, സോ അതിന് തൊട്ട് മുകളിലുള്ള 2 0 ആയി. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഉദ്ദേശം, അത് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ആ ടേബിളിന്റെ അകത്തേക്ക് എഴുതാം. ഓക്കെ, സോ ടേബിളിന്റെ അകത്തേക്ക് എഴുതിയിട്ടുണ്ട്, വാല്യൂസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ടേബിൾ അതേപോലെ ഉള്ളിലേക്ക് എഴുതിയതാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 0 1 1 0, A1 x2 ന് കണക്കായിട്ട് ഇവിടെ 0 1 ഉണ്ട്, ഇവിടെ 1 0 ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പുതിയ ഐട്രേഷൻ. ഇനി സെറ്റ് ജെ കാണണം അല്ലെ. സെറ്റ് ജെ എന്താണ്? -1 into 0, that will be 0, and 0 into 1 will get set j here 0, ഇവിടെ 0 ആയിരിക്കും. അടുത്തത് ചെയ്താൽ -1 into 11 by 5, that is minus 11 by 5, -1 into -1, that will be +1, then -2 by 5, -1 into -1, that is 2 by 5. Okay, then -16 by 5, -16 by 5, and this will be set j. ഇതായിരിക്കും നമ്മുടെ set j. And next step is cj minus set j. cj എന്താണ്? Again ഇവിടെ ആദ്യത്തെ 4 0 ആണ്, പിന്നെ -1 -1, so ഇത് 0 ആയിരിക്കും. 11 by 5 -1, 2 by 5, 0 minus -1 1. Okay, 0 sorry, -1 minus 1, that will be 0. Okay, a1 0 ആയിരിക്കും. See, a1 ഇവിടെ സൊല്യൂഷനിൽ ഉണ്ട്, so this will be 0. And -1 minus 2 by 5, that will be -5 minus 7 by 5. Okay, -7 by 5. So this will be our cj minus zj. Okay, cj minus zj. ഇനി എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് മാക്സിമം cj minus zj. മാക്സിമം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ. We have positive values ഉണ്ട്, 11 by 5 and 2 by 5, and highest of it is 11 by 5 ആയിരിക്കും highest. 11 by 5 highest ആകുമ്പോൾ this will be our entering variable. ഇത് ഏതിൻ്റെതാണ്? ഇത് x2 ന്റെ കോളം ആണല്ലേ, so x2 will be the entering variable and this will be the pivot column. ഇനി exiting variable കണ്ടുപിടിക്കണം. exiting variable കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ we will write here theta. So theta കണ്ടുപിടിക്കണമെങ്കിൽ RHS divided by pivot column. So that is okay, ഇവിടെ എഴുതിയാൽ സ്ഥലം ഉണ്ടാവില്ല, so I will write the value, that is 16 by 5 divided by 11 by 5. 16 by 5 divided by 11 by 5, we will get 16 by 11. Okay, അടുത്തത് 12 by 5 divided by 2 by 5, that is 12 divided by 2, that is 6 ആയിരിക്കും. And of which 16 by 11 is the minimum. So നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യാം if you have a doubt. Okay, so this will be our minimum, so that will give this as the pivot row and this as the pivot element. 11 by 5 ആയിരിക്കും pivot element and a1 ആയിരിക്കും
exiting variable. A1 ആയിരിക്കും exiting variable. Okay. So